ഇന്ന് രാവിലെ ഞാൻ സലോ കിച്ചൻ്റെ ഒരു വീഡിയോ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം മക്കളെ? ചാനലിൽ എന്തോ അയക്കുകയാണ്, അല്ലാതെ അടിച്ചു പോയിട്ടൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ കെട്ടിയിട്ടത് ലോക്കയക്കണു, അത് ഇതയക്കാണ്. അതിൻ്റെ കൈ കെട്ടിയിട്ട് എവിടെയോ നെങ്ങിയിട്ടത് ഇതയക്കണം. വേറെ കുഴപ്പമൊന്നുമില്ല, അത് നാളെ ശരിയാക്കും. നിങ്ങളതിനെ ഷാനുവിനെ അടിച്ചു മാറ്റി എന്നൊക്കെ പറയണ ആരും എൻ്റെ അടിച്ചു മാറ്റിയിട്ടില്ല. അത് നിങ്ങൾ മോഹിക്കണ്ട മക്കളെ. അതുകൊണ്ട് അത് എൻ്റെ കൈ കെട്ടിയിട്ട് എന്തോ അയക്കുകയാണ്, അത് നാളെ തന്നെ ശരിയാവും. അയച്ചിട്ട് നിങ്ങൾ പേടിക്കും വേണ്ട, നിങ്ങളത് കൊട്ടിക്കോശിക്കണം. ചാനൽ ഞാൻ സപ്പൂട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളെ കുട്ടിയുടെ ഫോട്ടോ ഞാൻ ഇട്ടിരുന്നു, പാട്ടൊക്കെ പാടിയ കാര്യം പറഞ്ഞു. അപ്പോൾ യൂട്യൂബ് നോക്കി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഷാരൂൻ്റെ പിക്ചറൊക്കെ എടുത്തിട്ട് ഒരു ഇതുണ്ടാക്കി, ഫോട്ടോ വെച്ചൊരു പിക്ചർ ഉണ്ടാക്കിയിരുന്നു. അതിലെവിടെ നെക്കിയിട്ട് ചാനൽ അത് ഇതയക്കുകയാണ്, എവിടെ നെക്കിയിട്ട് ഓഫായിക്കുകയാണ്, സൈൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഷാരു ഇതിന് നിലവരാതിയാണ്, ആരുമല്ല, ചാനലാരും അടിച്ചു മാറ്റിയിട്ടില്ല. പക്ഷെ എൻ്റെ കൈ കെട്ടിയിട്ട് എന്തോ അയക്കുകയാണ് അതിമേ. അതിപ്പോൾ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാക്കണം. നാളെ ഷാൻ തന്നെ അത് ശരിയാക്കി തരും ചെയ്യും. പക്ഷെ നിങ്ങൾ വേണ്ടാത്തത് വിളിച്ചു പോവാൻ നിങ്ങളോടാരാ പറഞ്ഞത്? ആരാണിപ്പോൾ ഈ വീഡിയോയിൽ വരാൻ കാരണം? അവരുടെ കൈ തട്ടിയിട്ട് അവരുടെ ചാനൽ ഡിലീറ്റ് ആയി പോയിക്കണം. അപ്പോൾ ഇങ്ങനെ പലർക്കും സംഭവിക്കാറുണ്ട്. ചിലർ നമ്മളെ ചാനൽ ഹാക്ക് ചെയ്യും, അപ്പോഴും നമ്മുടെ ചാനൽ കിട്ടൂല. അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത്, കാരണം ഒരുപാട് ഇപ്പം സലോ കിച്ചൻ്റെ ചാനലിലാണെങ്കിൽ ഡെയിലി ഒരു 2-3 വീഡിയോസൊക്കെ ഇടും, ലൈവ് ഇടും, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഉണ്ട്. നമ്മൾ എത്രയും ദിവസം കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്ത് അതിൻ്റെ വ്യൂസും അതിൻ്റെ റവന്യൂ ഇതൊക്കെ വരുന്നതല്ലേ. പിന്നെ നമ്മൾ പുതിയൊരു ചാനൽ, അതും നല്ല റീച്ചുള്ളൊരു ചാനലാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ചാനൽ ഇപ്പോൾ നമുക്ക് അതുപോലെ റീച്ചാക്കി എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെയും ഒരുപാട് കഷ്ടപ്പാടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചാനലൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും നമ്മളെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും നമ്മൾ എഴുതി വെക്കണം. ഇനി ഇമെയിൽ ഐ ഡി പാസ്വേഡും ഉണ്ടായാലും നമ്മൾ ചാനൽ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് മാത്രം പോരാ. അപ്പോൾ ഹാക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഫോൺ അങ്ങോട്ട് കളഞ്ഞു പോകുക, നമ്മളെ സിമ്മും അതിലായിരിക്കും. നമ്മളാണെങ്കിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടാവും നമ്മളെ ഫോൺ നമ്പർ. അപ്പം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ചാനൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല പ്രയാസമാണ്. അപ്പോൾ അത് എടുത്തു തരുന്ന ആളുകളുണ്ട്, പക്ഷെ അവർക്കും നമ്മൾ കുറച്ച് ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അതൊക്കെ കിട്ടിയാലേ നമ്മളെ ചാനൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ ചാനലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസൊക്കെ നമ്മൾ എപ്പോഴും എടുത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് എടുത്ത് വെക്കേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം. അപ്പോൾ അതൊക്കെ ചാനലുള്ള എല്ലാവരും നിങ്ങളുടെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ വേറെ എന്തിലെങ്കിലോ ആ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെക്കുക. അതായത് നമ്മളെ ചാനലുള്ള ഫോണിൽ മാത്രമല്ല, വേറെ ഏതെങ്കിലും ഫോണിൽ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കിലോ എന്തിലേലൊക്കെ എഴുതി വെക്കുക, എന്നിട്ട് നേരെ സൂക്ഷിച്ച് വെക്കുക. അതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലിൽ ഇനി എന്ത് സംഭവിച്ചാലും നമുക്ക് എങ്ങനെ ഇതായാലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. സലോ കിച്ചൻ്റെ ചാനൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കിപ്പോൾ കാണുന്നില്ല. ഇനി അത് റിക്കവർ ചെയ്ത് എടുത്താലേ നമുക്ക് യൂട്യൂബിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും അവർക്കിപ്പോൾ വന്ന റവന്യൂവും അതേപോലെ തന്നെ ചാനലിലെ വീഡിയോസ്, വ്യൂസ് ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്, സബ്സ്ക്രൈബേഴ്സ് ഇതെല്ലാം അല്ലേ. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. കാരണം ഒരുപാട് അവർക്കൊരു വരുമാന മാർഗ്ഗമായിരുന്നു ആ ഒരു ചാനൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് സലോ കിച്ചൻ്റെ ചാനൽ തിരിച്ചു കിട്ടട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം വളരെ പാവപ്പെട്ട ഒരവസ്ഥയാണല്ലോ അവരുടെ. സെലീന താത്തയും അവരുടെ വല്യമ്മയും ജീവിക്കുന്നത് അവർ ജോലി ചെയ്തിട്ടൊക്കെ തന്നെയാണ്. അപ്പം അവർക്ക് ഈ ഒരു വരുമാനം നല്ലൊരു ഹെൽപ്പാവും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ സപ്പോർട്ട് ടീമിനോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അവർ നമ്മളെ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ അവർ ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നമ്മളെ ചാനലിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണം.
ഇതിപ്പോൾ ഇമെയിൽ ഐ ഡി നമ്മൾ കൈയ്യെട്ടിയിട്ട് ഫോണിൽ നിന്ന് സൈൻ ഔട്ട് ചെയ്താൽ നമുക്ക് ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ യൂട്യൂബിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലാണ് നമുക്കത് കിട്ടാൻ പ്രയാസം. അതൊക്കെ എടുത്തു തരുന്ന ആളുകളുണ്ട്, പക്ഷെ നമ്മൾ അതിന് ചാനലിൻ്റെ കുറേ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എടുത്ത് വെക്കണം. എന്തായാലും അവരുടെ അവസ്ഥ ഒരു പാവമായിപ്പോയി. ഇനിയിപ്പോൾ അഥവാ തിരിച്ച് കിട്ടിയില്ലെങ്കിലും അവരെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പുതിയൊരു ചാനൽ തുടങ്ങിയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. പക്ഷേ വലിയ ഇതിലൊന്നും എത്താത്ത ഒരുപാട് ചാനലുകളൊക്കെ ഇങ്ങനെ ചിലപ്പം കുട്ടികളൊക്കെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത്, കുട്ടികളൊക്കെ ഫോണിൽ കളിക്കുമ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയലുണ്ട്. അങ്ങനത്തെയൊക്കെ ചാനൽ തിരിച്ച് കിട്ടാനോ പ്രയാസമാണ്. പിന്നെ പുതിയൊരു ചാനൽ അതുപോലെ സെറ്റാക്കി എടുക്കാനും പ്രയാസമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ചാനലിൻ്റെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും അറിയാത്തവർ അതൊക്കെ എടുത്ത് വെക്കുക. നമ്മൾ സെലു കിച്ചൻ്റെ ചാനൽ വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അത് തിരിച്ച് കിട്ടുന്നതന്നെ നമ്മൾ പ്രതീക്ഷിക്കാം. അവരുടെ ചാനൽ പറഞ്ഞാൽ അവരുടെ ആ ഒരു സംസാരം കൊണ്ട് മാത്രമാണ് അത് കയറിപ്പോയത്. കാരണം ചാനലിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അതിൽ ഒരു എഡിറ്റിങ്ങും അവർ ചെയ്യുന്നില്ല. അതേപോലെ അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കിയെന്നാണ്. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷനോ ടാഗോ, അപ്പം വീഡിയോ കയറണമെന്നുണ്ടെങ്കിൽ നല്ല തംബ്നെയിൽ വേണം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം, ടാഗ് കൊടുക്കണം, കീവേഡ് സെർച്ചിങ്ങിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ കീവേഡൊക്കെ കൊടുക്കണം എന്നൊക്കെ പറയാം. പക്ഷേ ഇതൊന്നും അവർ കൊടുക്കുന്നില്ല. ടൈറ്റിലും നല്ലപോലെ കൊടുക്കുന്നില്ല. എന്നാലും അവരുടെ വീഡിയോസൊക്കെ വൈറലാണ്. അപ്പോൾ അത് അവരുടെ ആ ഒരു സംസാരം കൊണ്ടാണ്. പിന്നെ അവരുടെ ആ ഒരു അവസ്ഥയും ആളുകൾക്ക് മനസ്സിലായപ്പം എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും അവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അത് ഏതൊക്കെ രീതിയിലാണ് വർക്കാവുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഏതൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ എടുത്ത് വെക്കേണ്ടതെന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. അതൊക്കെ യൂട്യൂബ് ചാനലിലുള്ള എല്ലാവരും നിങ്ങളുടെ പിന്നെ സെറ്റിങ്സിൽ നോക്കി എടുത്ത് വെക്കുക. അപ്പോൾ ചാനൽ ഐ ഡിയിൽ കൊടുത്തിട്ടുള്ള നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിക്കവർ ഐ ഡി, മൊബൈൽ നമ്പർ, റിക്കവറി കോഡ്, ഐ ഡി ക്രിയേറ്റ് ചെയ്ത ഇയർ, യൂട്യൂബ് ചാനലിൻ്റെ URL, ഇത്രയും ചാനൽ ഐ ഡിയിൽ കൊടുത്തിട്ടുള്ളത് എടുത്ത് വെക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചാനൽ ഡീറ്റെയിൽസാണ്. ചാനൽ നെയിം, ചാനൽ URL, കസ്റ്റം URL അല്ല, ചാനലിൻ്റെ URL, പിന്നെ ചാനൽ ID, ആഡ്സെൻസ് ID, ചാനൽ സ്റ്റാർട്ട് ചെയ്ത വർഷം, ചാനൽ ഏത് രാജ്യത്ത് നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതും നമ്മൾ എടുത്ത് വെക്കുക. ആഡ്സെൻസ് ID ഒക്കെ നമുക്ക് ആഡ്സെൻസിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ചാനൽ IDയിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ്, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റിക്കവർ ID, മൊബൈൽ നമ്പർ, റിക്കവറി കോഡ്, ID ക്രിയേറ്റ് ചെയ്ത ഇയർ, യൂട്യൂബ് ചാനലിൻ്റെ URL, ഇത്രയും ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും നമ്മൾ ആ ചാനലിൻ്റെ സെറ്റിങ്സിൽ നോക്കിയിട്ട് നമ്മൾ എടുത്ത് വെക്കണം. എങ്കിൽ നമ്മളെ ചാനൽ നമുക്ക് പിന്നെ ഹാക്ക് ചെയ്താലും ഒക്കെ നമുക്ക് ഈ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റിക്കവറി ഇമെയിലും റിക്കവറി ഫോൺ നമ്പറൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ചാനലിൻ്റെ URL എടുക്കുകയെന്ന് അറിയാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ക്രോമിൽ YT സ്റ്റുഡിയോ സൈൻ ഇൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ ചാനലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ താഴ്ഭാഗത്തൊരു സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിൻ്റെ ഐക്കണ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ നമ്മൾ അഡ്വാൻസ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിലോട്ട് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ താഴെ അഡ്വാൻസ് സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൻ്റെ URL അവിടെ കാണും. അത് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്യാം. നമ്മൾ എന്നിട്ട് ഇപ്പോൾ നമ്മൾ വാട്സപ്പിൻ്റെ നമുക്ക് നമ്മുടെ തന്നെ IDയിൽ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് അതിൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് നമ്മളത് ടൈപ്പ് ചെയ്തിട്ട് ഒരു ബുക്കിലെടുത്ത് വെക്കുക. പിന്നെ നമ്മൾ IDയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ മാനേജ് അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പേഴ്സണൽ ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസൊക്കെ അതിൽ ഉണ്ടാവും. അപ്പോൾ അതും നമ്മൾ എഴുതി വെക്കുക.
അങ്ങനെ നമ്മൾ പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്തെങ്കിലും കാരണവശാൽ നമ്മളെ ചാനൽ നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ തിരിച്ചെടുത്ത് തരുന്ന ആളുകളുണ്ടല്ലോ, അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഈ ഡീറ്റെയിൽസ് കൊടുത്താലേ അവർക്കും എടുത്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.